പബ്ലിക് സ്കൂളിന്റെ ന്യൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് മുഹമ്മദ് ഇസാൻ കെ.എം. ഈ ന്യൂസ് ഡെസ്കിൽ എന്നോടൊപ്പം പങ്കുചേരുന്നത് മിഥിലാജ്, മുഹമ്മദൻ കെ, ഇസാൻ ഫസ ആൻഡ് സിയ റാഷിദ്. പ്രധാന വാർത്തകൾ. അൽനൂർ പബ്ലിക് സ്കൂൾ പ്രവേശനോത്സവം വർണ്ണാഭമായി ആഘോഷിച്ചു. ജൂൺ 5 പരിസ്ഥിതി ദിനം സ്കൂൾ അങ്കണത്തിൽ വൃക്ഷത്തെ നട്ടുപിടിപ്പിച്ചുകൊണ്ട് ആചരിച്ചു. ജൂൺ 19 വായനാ ദിനത്തോടനുബന്ധിച്ച് അൽനൂർ വായനാ വാരാചരണം നടത്തി. പുതുമയാർന്ന രീതിയിൽ സ്കൂൾ ഡയറി പുറത്തിറക്കി അൽനൂർ. അധ്യയന വർഷത്തിലെ ആദ്യ ജനറൽ ബോഡി മീറ്റും പാരന്റിംഗ് ക്ലാസും സംഘടിപ്പിച്ചു. ജൂൺ 26 ലഹരി വിദ്യാ ദിനത്തിൽ പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ട് അൽനൂർ വിദ്യാർത്ഥികൾ ലഹരി വിദ്യാ ക്യാമ്പയിനിൽ പങ്കെടുത്തു. വാർത്തകൾ വിശദമായി. കേരളത്തിലെ 4 ലക്ഷത്തിലധികം വരുന്ന കുരുന്നുകൾ അറിവിന്റെ ലോകത്തേക്ക് കടന്നു വന്ന സ്കൂൾ പ്രവേശനോത്സവ ദിനം അൽനൂറിന്റെ അക്ഷരമുറ്റത്തും വർണ്ണവിസ്മയമൊരുക്കി. അക്ഷര കിരീടം ചൂടി മധുരവും സമ്മാനങ്ങളുമായി നവാഗതരെ വരവേറ്റപ്പോൾ ആടിയും പാടിയും പ്രവേശനോത്സവ ദിനത്തിൽ അൽനൂർ അങ്കണം കുട്ടികളുടെയും മുതിർന്നവരുടെയും കളിച്ചിരി കൊണ്ട് മുഖരിതമായി. അൽനൂർ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ശ്രീ സെയ്ദിക്ക് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ പ്രിൻസിപ്പൽ രജനി സ്വാഗതവും സ്കൂൾ മാനേജർ ഗാലിദ് കെ അധ്യക്ഷവും വഹിച്ചു. പ്രവേശനോത്സവ ചടങ്ങിന് നവാഗതരുടെ കലാവിരുന്ന് മാറ്റിക്കൂട്ടി. സഭാകമ്പമേതുമില്ലാതെ ആടിയും പാടിയും കുരുന്നുകൾ സ്കൂളിലെ തങ്ങളുടെ ആദ്യ ദിനം അവിസ്മരണീയമാക്കി. മാനവരാശിയെ ഇരുട്ടിലാഴ്ത്തുന്ന ലഹരിക്കെതിരെ പ്രതിരോധവുമായി വിദ്യാർത്ഥികൾ അണിനിരന്നു. ലഹരി വിരുദ്ധ ദിനത്തിൽ പുറക്കാട് അൽനൂർ പബ്ലിക് സ്കൂളിൽ പ്രിൻസിപ്പൽ രജനി ശ്രീജിത്ത് യുവതലമുറയെ ലഹരിയിലാഴ്ത്തുന്ന മാരകവിപത്തിന്റെ തീവ്രത വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകി. മണ്ണിന്റെ പുനരുദ്ധാരണം, മരുഭൂമീകരണം, വരൾച്ചാ പ്രതിരോധം എന്ന സന്ദേശം മുഴക്കി മറ്റൊരു ലോക പരിസ്ഥിതി ദിനം കൂടി. പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ചെയർമാൻ സെയ്ദ് ഇക്കയുടെ നേതൃത്വത്തിൽ പ്രിൻസിപ്പൽ രജനി കെയും വിദ്യാർത്ഥികളും ചേർന്ന് ഫലവൃക്ഷത്തൈ നട്ടുകൊണ്ട് ഭൂമിക്കൊരു രക്ഷ എന്ന ഉദ്യമത്തിന് തുടക്കം കുറിച്ചു. പുതിയ മുഖവുമായി സ്കൂൾ ഡയറി. ഇതാദ്യമായ ചടങ്ങിൽ മിന്നും താരമായി മാറി ഒരു സ്കൂൾ ഡയറി. പുറക്കാട് അൽനൂർ പബ്ലിക് സ്കൂളിലാണ് പുതിയ അധ്യയന വർഷത്തിൽ ഏറെ പുതുമകളുമായി സ്കൂൾ ഡയറി പുറത്തിറക്കിയത്. സ്കൂളിലെ 150ഓളം വരുന്ന വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ മുഖചിത്രം പതിപ്പിച്ച ഡയറി നൽകിക്കൊണ്ടാണ് അൽനൂർ മാനേജ്മെന്റ് വ്യത്യസ്തത പുലർത്തിയത്. സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ അൽനൂർ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സെയ്ദ് ഇക്ക വിദ്യാർത്ഥികൾക്ക് ഡയറി കൈമാറി. ബാക്ക് കവറിൽ പ്രിയ കൂട്ടുകാരുടെ ചിത്രം കൂടി ഉൾപ്പെടുത്തിയ ഇക്കാലം സൂക്ഷിച്ചു വെക്കാവുന്ന ഡയറി അൽനൂർ ആവേശപൂർവ്വം ഏറ്റെടുത്തു. അറിവിന്റെ വായനാ മധുരം നുകർന്ന് വായനാ ദിനം വന്നെത്തി. PN പണിക്കരുടെ സ്മരണാർത്ഥം നടത്തിവരുന്ന വായനാ ദിനത്തോടനുബന്ധിച്ച് അൽനൂർ പബ്ലിക് സ്കൂളിൽ ജൂൺ 19 മുതൽ 22 വരെ വായനാ വാരാചരണം സംഘടിപ്പിച്ചു. ആദ്യ ദിനത്തിൽ ഒരുക്കിയ അക്ഷരമരവും അക്ഷര റാലിയും കുഴന്നു കണ്ണുകളിൽ കൗതുകം ഉണർത്തിയപ്പോൾ മുന്നണി കവിതകൾ കോർത്തിണക്കിയ കുട്ടി കവിയരങ്ങ് കാതിരിമ്പം പകർന്നു. രണ്ടാം ദിനം LP വിദ്യാർത്ഥികൾ അക്ഷരപ്പായത്തിലൂടെ മുന്നേറിയപ്പോൾ തികച്ചും വ്യത്യസ്തമായി 30 മീറ്ററോളം നീളത്തിൽ അക്ഷര ക്യാൻവാസ് ഒരുക്കി KG വിദ്യാർത്ഥികൾ സ്കൂളിലെ വിസ്മയം തീർത്തു. പ്രസംഗ മത്സരവും കഥ പറച്ചിലും അടുത്ത ദിനങ്ങളിൽ കയ്യേറിയപ്പോൾ വിദ്യാർത്ഥികൾ വായനാശീലം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ എടിങ്കാറ് പദ്ധതിക്കും വായനാ വാരത്തിൽ അധ്യാപകർ തുടക്കം കുറിച്ചു. ഈ അധ്യയന വർഷത്തിലെ ആദ്യ ജനറൽ ബോഡി മീറ്റും പാരന്റിംഗ് ക്ലാസും സംഘടിപ്പിച്ചു. പുതിയ അധ്യയന വർഷത്തിലെ ആദ്യ ജനറൽ ബോഡി മീറ്റ് ജൂൺ 22 അൽനൂർ സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ചു. തുടർന്ന് രക്ഷിതാക്കൾക്കായി സ്കിൽ നെസ്റ്റ് CEO മിസസ് ഹാജറയുടെ നേതൃത്വത്തിൽ സ്മാർട്ട് പാരന്റിംഗ് എന്ന വിഷയത്തിൽ അവയർനെസ് ക്യാമ്പ് സ്കൂളിൽ സംഘടിപ്പിച്ചു. അൽനൂർ പബ്ലിക് സ്കൂളിന്റെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.